പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ യൂണിറ്റ് പ്രവർത്തിക്കുന്ന മുറിയുടെ വൈദ്യുതീകരണം പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന് ആശുപത്രി അധികൃതർ. അഴുത ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഇലക്ട്രിക്കൽ വർക്കിനായി തുക കൈമാറുന്ന മുറയ്ക്ക് പണികൾ പൂർത്തീകരിച്ച് യൂണിറ്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ആശിഷ് മോഹൻകുമാർ പറഞ്ഞു. തോട്ടം മേഖലയിലെ പ്രധാന സർക്കാർ ആശുപത്രിയായ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചിട്ട് ഒരു വർഷം പിന്നിട്ടു. ഇതോടെ ആശുപത്രിയെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ എക്സ്റേ എടുക്കണമെങ്കിൽ പുറത്തുള്ള സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ്. ഇതല്ല എന്നുണ്ടെങ്കിൽ ദൂരെ കാഞ്ഞിരപ്പള്ളിയിലോ കോട്ടയത്തോ പോയി സർക്കാർ ആശുപത്രി എത്തി എക്സ്റേ എടുക്കേണ്ട സാഹചര്യവുമാണ്. പുറത്തുള്ള സ്വകാര്യ ലാബുകളെ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത സാധാരണക്കാരായ തോട്ടം തൊഴിലാളികൾക്ക് താങ്ങാൻ കഴിയുന്നതുമല്ല. ഈ വിഷയത്തിൽ നിരവധി മാധ്യമ വാർത്തകൾ വന്നിരുന്നെങ്കിലും നടപടികൾ വൈകുകയാണ്. പ്രതിഷേധവും വിഷയത്തിൽ ശക്തമായിരുന്നു. എന്നാൽ ഈ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം ഇങ്ങനെ: എക്സ്റേ വിഭാഗത്തിന്റെ റൂമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. പുതിയ എക്സ്റേ മെഷീനും ആശുപത്രിയിലെത്തി. എന്നാൽ യൂണിറ്റ് സ്ഥാപിക്കുവാനുള്ള മുറിയുടെ വൈദ്യുതീകരണം ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ഇതിനായുള്ള ഫണ്ട് അഴുത ബ്ലോക്ക് പഞ്ചായത്താണ് അനുവദിക്കേണ്ടത്. ഈ തുക അനുവദിച്ച ശേഷം പൊതുമരാമത്ത് വകുപ്പിന് കൈമാറണം. ഈ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കി കാലതാമസം കൂടാതെ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ആശിഷ് മോഹൻകുമാർ പറഞ്ഞു. നമ്മുടെ പുതിയ എക്സ്റേ റൂം റെഡിയായിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ എക്സ്റേ മെഷീനും റെഡിയായിട്ടുണ്ട്. ഒരു വന്നിരുന്നു. ഇനി വേണ്ടത് ഈ മുറിയുടെ വൈദ്യുതീകരണമാണ്. അതിനുള്ള ഫണ്ട് ബ്ലോക്കിൽ നിന്നും PWD ഇലക്ട്രിക്കൽ വിങ്ങിലേക്ക് കൈമാറി കഴിഞ്ഞാൽ അവർ വർക്ക് തുടങ്ങും. ഇലക്ട്രിഫിക്കേഷൻ വർക്ക് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് എക്സ്റേ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് അത് ന്യൂസ് പീരുമേട്.